എം.ജി. ശ്രീകുമാറിനെ ഒഴിച്ചു നിർത്തിയൊരു മലയാളികളുടെ ജീവിതം സാധ്യമല്ല. ആഘോഷങ്ങൾക്കും വിരഹത്തിനും കാത്തിരിപ്പിനുമെല്ലാം കൂട്ടായി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മലയാളിയുടെ ജീവിതത്തിലേക്ക് എത്താറുണ്ട്. എം.ജി. ശ്രീകുമാറിനെപ്പോലെ സംഗീതരംഗത്ത് ഇത്ര ദീർഘകാലം തുടരാൻ സാധിച്ചവർ അപൂർവമാണെന്നതാണ് വസ്തുത. പാട്ടിനു പുറമെ അവതാരകനായും റിയാലിറ്റി ഷോ വിധികർത്താവുമായുമെല്ലാം എം.ജി. ശ്രീകുമാർ കയ്യടി നേടിയിട്ടുണ്ട്. മലയാളികൾക്ക് എം.ജി. ശ്രീകുമാർ തങ്ങളുടെ പ്രിയപ്പെട്ട എം.ജിയാണ്. എം.ജിയെ അറിയുന്നവർക്കെല്ലാം ഭാര്യ ലേഖയെയും അറിയാം. എം.ജിയോടൊപ്പം എല്ലാ വേദികളിലും ലേഖയും എത്താറുണ്ട്. ഒരുമിച്ചല്ലാതെ ഇരുവരെയും കാണുക അസാധ്യമാണ്. ഇരുവരുടെയും പ്രണയവും വിവാഹവുമെല്ലാം സിനിമാ കഥ പോലെ സംഭവബഹുലമാണ്. അതേസമയം മിക്ക സെലിബ്രിറ്റികളെപ്പോലെ സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള ഗോസിപ്പുകളും കുപ്രചാരണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എം.ജിക്കും ലേഖയ്ക്കും. ഇപ്പോഴിതാ തങ്ങളെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾക്കെതിരെ തുറന്നടിക്കുകയാണ് ലേഖ ശ്രീകുമാർ. സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് ലേഖ മനസ്സ് തുറന്നത്. തങ്ങളെക്കുറിച്ച് വന്ന വ്യാജ വാർത്തകൾ പരാമർശിച്ചുകൊണ്ടായിരുന്നു ലേഖയുടെ വിമർശനം. എന്തുകൊണ്ടായിരിക്കും ഇത്തരം ഗോസിപ്പുകൾ എഴുതപ്പെടുന്നതെന്ന അവതാരകൻ്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ലേഖ. ലേഖയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എനിക്കത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. എന്തിനാണ് ആളുകൾ ഇങ്ങനെ എഴുതുന്നത് എന്നെനിക്കറിയില്ല. ഞങ്ങൾ ഒരിക്കൽ ലണ്ടനിലെ ബക്കിംഗ്ഹാം പാലസിന് മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുത്തു. ഒരുപാട് ആൾക്കാരുണ്ട്. ആളുകൾ അവിടെ പോയി ഫോട്ടോ എടുക്കുന്നതാണ്. അതൊരു മാസികയിൽ വന്നത് എം.ജി. ശ്രീകുമാർ പുതിയ വീട് വാങ്ങി കൊട്ടാര സാദൃശ്യമായത് എന്ന് പറഞ്ഞായിരുന്നു. എന്തുമാത്രം വിവരക്കേടാണ്. വെറുതെ എന്തെങ്കിലും എഴുതുകയാണ്. എന്തെങ്കിലും കാര്യമുള്ളതാണെങ്കിൽ സാരമില്ല എന്ന് ലേഖ പറയുന്നു. അതുപോലെ എൻ്റെ മകൾ പ്രസവിച്ചു. അത് നമ്മൾ ആരെയും അറിയിക്കാതെ യു.എസിൽ പോയി എന്ന്. അതിലെന്താണ് തെറ്റുള്ളത്? പെൺകുട്ടികളാകുമ്പോൾ പ്രസവിക്കുമല്ലോ. അവൾ 19-ാം വയസ്സിലാണ് കല്യാണം കഴിച്ചത്. എന്നോ പ്രസവിച്ചതാണ്. ഇന്ന് മാത്രമാണ് എം.ജി. ശ്രീകുമാറും ഭാര്യയും ആരെയും അറിയിക്കാതെ അമേരിക്കയിലേക്ക് എന്ന് വാർത്ത വരുന്നത് എന്നും താരപത്നി പറയുന്നു. കുറേ കാലം പറഞ്ഞത് കുട്ടിയെ കാണിക്കുന്നില്ല എന്നായിരുന്നു. കുട്ടിയെ പുറത്ത് കാണിക്കുന്നില്ലെന്ന്. കാണിക്കുവാൻ കുട്ടിയെന്താ എന്തെങ്കിലും വസ്തുവാണോ? അവൾ പഠിച്ചത് തിരുവനന്തപുരത്താണ്. അവളുടെ കല്യാണത്തിന് സിനിമയിൽ നിന്നുമുള്ള ഒട്ടുമുക്ക ആളുകളും ഉണ്ടായിരുന്നു. പ്രിയനും ലാലും ലിസിയുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊരു വലിയ കല്യാണമായിട്ടാണ് നടത്തിയത്. ഇതൊക്കെ ചുമ്മാ എഴുതി ഉണ്ടാക്കിയെടുക്കുകയാണ്. വെറും വിവരക്കേട് എന്നും ലേഖ പറയുന്നു. ഇതേ അഭിമുഖത്തിൽ തൻ്റെയും എം.ജിയുടെയും പ്രണയത്തെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. തനിക്കായി എം.ജി കാത്തിരുന്നതിനെക്കുറിച്ചാണ് ലേഖ സംസാരിക്കുന്നത്. 14 വർഷവും ഞാൻ വേണ്ടെന്ന് വെച്ചത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. അവളെ ഒരു നിലയിൽ എത്തിക്കണം എന്നതായിരുന്നു. അല്ലാതെ സ്നേഹിച്ചൊരാളെ കല്യാണവും കഴിച്ചു മകളെ നോക്കാതെ പോകാൻ എനിക്കാകില്ലെന്നായിരുന്നു ലേഖ പറയുന്നത്. ഞാൻ എൻ്റെ മകളുമായി വളരെ അറ്റാച്ച്ഡ് ആണ്. എനിക്ക് 18 വയസ്സുള്ളപ്പോൾ ജനിച്ച മകളാണ്. മകളും ഞാനും സുഹൃത്തുക്കളെ പോലെയാണ്. അവൾ അന്ന് ഊട്ടിയിൽ പഠിക്കുകയായിരുന്നു. അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി. അവളുടെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും ലേഖ പറയുന്നു. ആ 14 വർഷവും ശ്രീകുട്ടൻ കാത്തിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ നിമിത്തമായിരിക്കണമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് എഴുതിവെച്ച ആളായിരിക്കണം ഞാൻ. കാത്തിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ശ്രീകുട്ടനോട് പറഞ്ഞില്ലെന്നും ലേഖ പറയുന്നു.